ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിതാരയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറുമായിരിക്കും അല്ലേ ശാന്തി? എനിക്ക് പ്രതീക്ഷയുണ്ട് സർ. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരുമിക്കും. അത്രയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞാൻ കണ്ടത്. മാഡം വാശിയൊക്കെ അവസാനിപ്പിക്കും. കുഞ്ഞിനെ എടുത്ത് സാറിന്റെ കയ്യിലേക്ക് നീട്ടും. ഒരു നിമിഷം പോലും പിരിയാതെ. എന്നിട്ട് എന്ത് പറ്റി? ചുറ്റുമുള്ള എല്ലാവർക്കും അസൂയ തോന്നും വിധം ആ ബന്ധം മുന്നോട്ട് പോയതാ. പക്ഷേ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കടന്നു വന്നു. ശാന്തി എന്നായിരുന്നു അവളുടെ പേര്. ശാന്തി ഒരു സാധാരണ ജോലിക്കാരിയായിട്ടാണ് വന്നത്. പക്ഷെ അവളുടെ പെരുമാറ്റം, കുലീനമായ ഭാവം എല്ലാം പെട്ടെന്ന് തന്നെ അവളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവളാക്കി. എന്റെ ഭാര്യയ്ക്ക് അവളെ ജീവനായിരുന്നു. സ്വന്തം അനുജത്തിയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നടക്കുമായിരുന്നു. അല്ല, എന്നിട്ട് അതിനിടയിൽ എന്റെ ഭാര്യയുടെ മനസ്സിലെ ചിന്താഗതികളൊക്കെ ആരോ മാറ്റിമറിച്ചു. ഞാൻ സഹോദരിയെ പോലെ കാണുന്ന ശാന്തിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് അവൾ സംശയിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ആ സംശയം വളർന്നു. പിന്നെ നിലയില്ലാത്ത രീതിയിലേക്ക് എത്തി. ഒടുവിൽ അവള് എന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ പോകുമ്പോ അവള് ഗർഭിണിയായിരുന്നു. അതെന്താ സർ? സാർ ഇത്ര സ്നേഹത്തോടെ പെരുമാറിയിട്ടും മാഡത്തിനത് മനസ്സിലാവാതെ പോയത്? ഞങ്ങൾക്കിടയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവര്. അതാരാണെന്ന് കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഉണ്ടെന്നുള്ളത് സത്യ. എന്നിട്ട് അവര് പോയതിൽ പിന്നെ എന്താ സംഭവിച്ചത്? അവള് പ്രസവത്തിന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. ആ വിവരം അറിഞ്ഞപ്പോ ഞാൻ ഓടിച്ചെന്നു. എന്നെ കാണുമ്പോ അവൾ സന്തോഷിക്കുന്ന ഞാൻ കരുതിയെ. പക്ഷേ നിങ്ങളെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എടോ, ഏതോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മൾ തമ്മിൽ അകന്നു. ഞാൻ എത്ര സംസാരിക്കാൻ ശ്രമിച്ചിട്ടും താനത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. എനിക്കത് കേക്കണ്ടെന്ന്. അപ്പോഴും അതെ, ഇപ്പോഴും അതെ. സിതാര, എന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചവളാ നീ. അങ്ങനെയുള്ള നിന്നോട് എനിക്ക് കള്ളം പറയാനാവില്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ സാക്ഷിയാക്കി ഞാൻ പറയാം. തൊട്ടുപോരുത്. നിങ്ങൾ എന്റെ വയറ്റിൽ തൊട്ടാ പോലും അത് ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന് നാണക്കേടാ. ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളർത്താൻ പോകുന്നത് ശ്രീനിവാസന്റെ കുഞ്ഞെന്ന് പറഞ്ഞായിരിക്കില്ല, എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് മാത്രമായിരിക്കും. എന്തിനാണോ എന്നോട് ഇങ്ങനെ വാശി കാണിക്കുന്നത്? ഒരുപാട് വട്ടം ഞാൻ തന്നോട് ചോദിച്ചതല്ലേ, ആരാ നിന്നോട് ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞു തന്നെ? കള്ളക്കഥയോ? എങ്ങനെയാ നിങ്ങൾക്കിത് പറയാൻ തോന്നുന്നേ? നമ്മൾ പരസ്പരം പ്രണയിച്ചപ്പോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വാക്കുകള്? പക്ഷെ ജീവിക്കാൻ തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ നിങ്ങൾ നിങ്ങളുടെ തനി സ്വരൂപം പുറത്തെടുത്തു. എപ്പോഴും എന്നെ കാര്യമായിട്ട് പറയാറുണ്ടല്ലോ തറവാടിത്തത്തിന്റെ കാര്യമൊക്കെ. തറവാട്ടിലെ ആൺകുട്ടികൾക്ക് വേളിയാവാം, പിന്നെ ഒരുപാട് സംബന്ധങ്ങളും ആവാം, അല്ലേ? ഈ അവസ്ഥയിൽ കിടക്കുന്ന നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. താനൊരു അല്പമെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. മനസ്സിലാക്കണ്ട. നിങ്ങൾ എങ്ങനെ വന്ന് യാചിച്ചാലും എന്റെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഇനി പ്രവേശനമില്ല. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങളെ കാണാൻ കൂടെ ഞാൻ അനുവദിക്കില്ല. അരുത്, ക്രൂരമായ തീരുമാനമൊന്നും എടുക്കരുത്. എടോ, നമുക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ? നമ്മുടെ കുഞ്ഞിനെ വളർത്തണ്ടേ? എനിക്ക് തന്നെയും നമ്മുടെ കുഞ്ഞിനെയും വേണം സിതാര. ഞാൻ പറയുന്നില്ല. ഞാൻ പറയട്ടെ. വേറെ എന്തൊരു പെണ്ണ് ക്ഷമിക്കും അവളുടെ ഭർത്താവിനെ വേറൊരുത്തി ഷെയർ ചെയ്യുന്ന ഒഴിച്ച്? എന്റെ ഒപ്പം നടന്നിരുന്ന ശാന്തിയോട് നിങ്ങൾക്ക് എപ്പം ഇഷ്ടം തോന്നിയോ ആ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയതാ. നിങ്ങളെപ്പോൾ ഒരു ചതിയനെ പിരിയാൻ എനിക്ക് യാതൊരു വിഷമവും ഇല്ല. കാരണം ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയാ നിങ്ങൾ ചെയ്തത്. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ തന്നോട് പറയുന്നത് താനൊന്ന് കേക്ക്. കടക്ക് പുറത്ത്. കടന്നു പോകാനല്ലേ പറഞ്ഞത്? എന്താ എന്തു പറ്റിയേ? പറഞ്ഞു പോ.
ഡോക്ടർ എന്താ എന്താ ഡോക്ടറെ എന്ത് പറ്റി? ദേ, എന്താ കാര്യം? പെയിനുണ്ടെന്നാ പറയുന്നത്. ഡോക്ടർ ഇയാളൊന്ന് പിടിച്ച് പുറത്താക്ക് പ്ലീസ്, എനിക്കൊട്ടും വയ്യ. ഡോക്ടറെ ഇയാൾ പറയുന്നത് സത്യമല്ല. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം പ്ലീസ്, ഈ കണ്ടീഷനിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ ബുദ്ധിമുട്ടിക്കാൻ ഒരാളെ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളൊന്ന് പുറത്തു പോകും. ഇതെന്റെ ഭാര്യയാണ്. No, no, ഞാൻ ഇയാളുടെ ഭാര്യയല്ല. എനിക്ക് ഭർത്താവായിട്ട് ഇങ്ങനെ ഒരാളില്ല ഡോക്ടർ. മിസ്റ്റർ ശ്രീനിവാസ്, അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യന്റ് സിറ്റുവേഷൻ. നിങ്ങളൊന്ന് പുറത്തു പോകും. ഇയാളോടൊന്ന് പുറത്ത് പോകാൻ പറയും പ്ലീസ്. മിസ്റ്റർ ശ്രീനിവാസ്, ഇവരെ ഇങ്ങനെ അധികം പ്ലീസ്, നിങ്ങൾ പുറത്തു പോകണം. സന്ദീപ്, നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാർ. മാഡം ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ വരാതിരിക്കുന്നേ? ഈ നേരത്തല്ലേ മാഡത്തിന് സഹായം ആവശ്യമുള്ളത്. ശാന്തി, ഓടിയെത്തിയ എന്നെ പോലും അവള് നിഷേധിച്ചു. എന്നിട്ടാണോ നിന്റെ കാര്യം? ഇത്രയും നാളായിട്ടും മാഡത്തിന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ സാറിന് പറ്റിയില്ലല്ലോ. പ്രതീക്ഷയുണ്ടായിരുന്നു ശാന്തി. പക്ഷെ ദിവസേനയുള്ള അയാളുടെ ചോദ്യം, അതിന്റെ മൂർച്ച, ഇതൊക്കെ എനിക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമാണ്. ഞാനും അവളും തമ്മിൽ അകലണം എന്ന് ആഗ്രഹിക്കുന്ന ഏതോ ഒരാൾ, അല്ലെങ്കിൽ കുറച്ചു പേർ ഇതിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് ആർക്കാ സാർ നേട്ടം? എനിക്കറിയില്ല. പക്ഷെ മറ്റെന്തോ താല്പര്യമുള്ള ചിലർ ഞങ്ങൾക്കിടയിലുണ്ട്. ഇനി എന്ത് ചെയ്യും സാർ? ഒരുപക്ഷെ കുഞ്ഞ് പിറക്കുമ്പോ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ സിത്താരയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറുമായിരിക്കും. അല്ലേ ശാന്തി? എനിക്ക് പ്രതീക്ഷയുണ്ട് സാർ. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരുമിക്കും. അത്രയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞാൻ കണ്ടത്. മാഡം വാശിയൊക്കെ അവസാനിപ്പിക്കും. കുഞ്ഞിനെ എടുത്ത് സാറിന്റെ കയ്യിലേക്ക് നീട്ടും.